ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ പുട്ടും പയറും എങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ പുട്ടും പയറും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സോക്കൊന്നും ചെയ്യുന്നില്ല. അപ്പം തന്നെ പയറെടുത്ത് നന്നായിട്ട് കഴുകി ഇതിനെ ഒന്ന് അടുപ്പത്തിലേക്ക് വെച്ചിട്ട് ഈ ഒരു കപ്പ് പയറിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 കപ്പ് വെള്ളമാണ്, ഞാൻ ചെറിയൊരു ചൂട് വെള്ളമാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ അളവിൽ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, പിന്നെ ഞാനിതിനോട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വിസിലിടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് പുട്ടുപൊടി കുഴച്ചെടുക്കാം. ഈ പുട്ടുപൊടി ഞാൻ റാഗി പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു ശകലം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ആ വെള്ളം ഉപയോഗിച്ചാണ് ഈ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പുട്ടുപൊടി എല്ലാം കുഴച്ച് റെഡിയാക്കിയെടുത്ത് ചിരട്ടപ്പുട്ടുണ്ടാക്കാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയിട്ട് പുട്ടുപൊടി അതിനകത്തോട്ട് വാരിയിടുന്നുണ്ട്. അപ്പോൾ ഈ പുട്ടുപൊടി ഇങ്ങനെ വാരിയിടുമ്പോഴത്തേക്ക് നമ്മളിതിനെ ഒത്തിരി പ്രസ് ചെയ്ത് അമർത്തി വെക്കരുത് കേട്ടോ. അപ്പം ഇതിനകത്ത് സ്റ്റീം കയറി ഇത് വേകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ പാകത്തിനുള്ള രീതിയിൽ പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ സ്റ്റീമിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതിനെ 5 മിനിറ്റ് ഈ സ്റ്റീമിൻ്റെ മുകളിൽ വെച്ച് ഇപ്പോൾ നമുക്കിന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ എടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ പുട്ടൊക്കെ നന്നായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഒരു 4 പ്രാവശ്യം ചെയ്ത് ഞാനിവിടെ ഒരു 4 പുട്ടിപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിവിടെ റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് പയറ് കറിയുടെ ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് 2 വറ്റൽമുളക് കീറിയിട്ട് കുറച്ച് കരിവേപ്പിലയിട്ട് ഒരു 3 പച്ചമുളക് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇട്ട് ഒരു 10-12 ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ ജീരകം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ജീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് പാകത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പയറൊക്കെ വെന്തതേ ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പയറിനെ എടുത്ത് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയിലേക്കും സാധനങ്ങളിലേക്കും നമുക്കൊന്ന് തട്ടിക്കൊടുത്തിട്ട് ആ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടൊന്നുമില്ല, തേങ്ങ ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുമ്പോഴേക്കേ നമ്മുടെ പയറുകറി ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടും പയറും ഒരുമിച്ച് വളരെ എളുപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പുട്ടും പയറും എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പുട്ടും പയറും ഇവിടെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇതെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റുകളായിട്ട് തരാൻ മറക്കല്ലേ. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.